ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിസ, മൈൻഡ് ബോ ചാനൽ, മാനിഫെസ്റ്റേഷൻ കോച്ചിൻ്റെ ഫംഗ്ഷൻ വെൽത്ത് കോച്ച്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ 1.5 ആഴ്ചയായിട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. കാരണം ഈ ത്രോട്ട് പെയിനൊക്കെ വന്നിട്ട് ശബ്ദമൊക്കെ അങ്ങ് വല്ലാതെ പോയായിരുന്നു. ഈ മഞ്ഞളായി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ത്രോട്ട് പെയിൻ വരുന്നത്. ഇപ്പം ഏകദേശം എല്ലാം ക്ലിയറായി. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ സമയത്ത് ഈ വനിതാ ദിനം കടന്നുപോയ സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിരുന്നേ. അപ്പോൾ അവരെന്നോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് വനിതകൾക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത്. വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള കാശ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഹസ്ബൻഡ് തരുന്നുണ്ട്, അവർ തരുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാർ തരുന്നുണ്ട്, അതൊന്നും ഒരു നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് അവർ തരുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം കണ്ടെത്തുക, അതാണ് ചെയ്യേണ്ടത്. അവരെന്നോട് പറഞ്ഞത് ഈ കോരന് കഞ്ഞി കുമ്പിളി തന്നെ എന്ന് പറയും പോലെ പല നാട്ടിൻപുറത്തുള്ള പല വനിതകളുടെ കയ്യിലും 1 രൂപ പോലും എടുക്കാനില്ല. അവർക്ക് ഒന്നെങ്കിൽ ഹസ്ബൻഡ് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ വീട്ടുകാർ കൊടുക്കുന്ന പൈസ, ഇതൊക്കെ തന്നെ ഉള്ളവരുടെ കയ്യിൽ. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ എന്താണ് അവരുടെ കയ്യിൽ പൈസ, അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ ഇങ്ങനെ ഒരു നല്ല നിലയിലേക്ക് അവർക്ക് ആവാൻ സാധിക്കാതെ പോകുന്നത് എന്നാണെന്ന്. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് പറയാൻ ഞാൻ വിചാരിച്ചു. നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഫ്രീഡമാണ്. അപ്പോൾ നമുക്ക് ഹസ്ബൻഡ് തരുന്നുണ്ടോ, അത് തരുന്നുണ്ട്, ഇതൊക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ അച്ഛനും അമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ പെട്ടെന്നൊരു ആവശ്യം വന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി പൈസ അവർക്ക് കൊടുക്കണം. അത് നമ്മുടെ കയ്യില്ലാതെ വരുമ്പോൾ നമ്മൾ ടെൻഷനാകും. നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് അവർ ചോദിച്ചു കഴിയുമ്പം അയ്യോ ഇല്ല അച്ഛാ ഇല്ലമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം ഉള്ളിലുണ്ടാകും. നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ അയൽക്കാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ജാള്യതയുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർക്കൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും കൊടുക്കാതെ ചിലപ്പം കയറിപ്പോയി കണ്ടിട്ട് പോരുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു മനസ്സിനൊരു വിഷമാണ്. അപ്പം നമുക്ക് ഈ വനിതകൾ എന്ന് പറയുന്നത് തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്, ഒരു ജോലിയും ചെയ്യാതെ ഹസ്ബൻഡ് തരുന്ന പൈസ കൊണ്ട് വീട്ടിലകളിൽ നോക്കി നടക്കുന്നവരുണ്ട്. ഈ സമയം ധാരാളം ഉണ്ടെങ്കിലും അതൊക്കെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ അയൽവക്കത്തൊക്കെ ഉള്ളവരോടൊക്കെ സംസാരിച്ചിട്ട് ആ സമയം നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട്. ഇനി കഴിവുകളുണ്ടായിട്ട് അതൊന്നും പുറത്തെടുക്കാതെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ ഒന്നും കയ്യിൽ പൈസ ഉണ്ടായിരിക്കത്തില്ല, ആവശ്യത്തിനുള്ള പൈസ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് നമ്മൾ ചോദിച്ചു, ഒരു ദിവസം ചോദിച്ചു, ഓക്കെ പുള്ളി അത് സമ്മതിച്ചു തന്നു. പിറ്റേ ദിവസം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചു, അത് തന്നു. മൂന്നാമത്തെ ഒരു ദിവസം ചോദിച്ചു കഴിയുമ്പം തീർച്ചയായും മറുചോദ്യം ഉണ്ടാകും. ഇന്നലെ ഞാൻ നിനക്ക് പൈസ തന്നില്ലേ, അതെന്താ ചെയ്തേ? മിനിഞ്ഞാന്ന് പൈസ തന്നായിരുന്നല്ലോ, അതെന്താ ചെയ്തേ? ഇന്ന് ആർക്ക് കൊടുക്കാൻ, എന്തിനാണ് പൈസ എന്ന് പറഞ്ഞിട്ട് ഒരു അനിഷ്ടത്തോടു കൂടിയായിരിക്കും, പുറമേ കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉള്ളിലൊരു അനിഷ്ടത്തോടു കൂടിയായിരിക്കും നമുക്ക് വീണ്ടും ചോദിക്കുമ്പോൾ പൈസ തരുന്നത്. അപ്പം അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ എന്താ ചെയ്യുന്നത്, ഹസ്ബൻഡ് പോയി കഴിയുമ്പോൾ പോക്കറ്റിൽ നിന്ന് ചെറിയ പൈസ എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ മീനോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ തരുന്ന പൈസയ്ക്ക് ചില്ലറ പൈസയൊക്കെ എടുത്ത് വെക്കും. അത് മക്കളാരെങ്കിലും വന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് മിക്ക സ്ത്രീകളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇപ്പം നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്ന സ്ത്രീകളായി കഴിയുമ്പോൾ അവർക്ക് കുടുംബശ്രീ അങ്ങനെയൊക്കെ ഇപ്പോൾ ഉള്ള സംരംഭങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനകത്തേക്ക് വെക്കാൻ ഈ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ മേടിക്കുന്നത്. വർഷത്തിലൊരിക്കൽ അവർക്കൊരു പൈസ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് മേടിക്കാൻ ഈ ഹസ്ബൻഡ് ഇന്ന് തന്ന പൈസ തന്നതുകൊണ്ട് അന്ന് കിട്ടുന്ന പൈസ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ആ ഒരു പൈസ അത് വാങ്ങിക്കാൻ വേണ്ടി ഹസ്ബൻഡ് തന്നെ ചിലപ്പോൾ മുമ്പിലുണ്ടാകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവും കഴിവും ആരോഗ്യവും ആയുസ്സും ഉള്ള സമയത്ത് നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വനിതകളൊക്കെ വരും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരോടും അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യണം, എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ സഹായിക്കാൻ ആരുമില്ല. ഹസ്ബൻഡ് വേണ്ടാന്ന് പറയുന്നു, അമ്മയമ്മ സമ്മതിക്കത്തില്ല, കൊച്ചുണ്ട്,
പിന്നെ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിലൊക്കെ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകുമ്പം അയൽക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് വിചാരിക്കും, അതൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇവർ ഹസ്ബൻഡ് തരുന്ന ഈ 100 രൂപയോ 200 രൂപയോ കൊണ്ടൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി തട്ടിമുട്ടി അവർ മുന്നോട്ട് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇന്ന് അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന കാലമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് എന്തിനെക്കുറിച്ചുള്ള അറിവുണ്ട്. അപ്പം നമുക്ക് ആയുസ്സുള്ള ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ അറിവുകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള പണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തി ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഏത് വനിതാ ദിനം വന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഒരു അവസ്ഥ തന്നെ നിൽക്കുന്നത്. അതുപോലെ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. ഈ കുറ്റകൃത്യങ്ങൾ കൂടുതലുള്ളത് പണം ധാരാളം ഉള്ളപ്പം കുറ്റകൃത്യങ്ങളുടെ തോത് കുറയുമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പണം കുറവുള്ളപ്പം നമുക്ക് ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ് ഇതൊക്കെ ഉണ്ടായി കയ്യിലേക്ക് വരുന്ന പൈസ മുഴുവൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചിലപ്പം ചിലവാക്കേണ്ടി വരും. അതേസമയം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ധാരാളം ധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, അത് പണം നമുക്ക് ആവശ്യത്തിന് ചിലവഴിക്കാനുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറയുമെന്ന്. അപ്പം നമുക്ക് ഈ അവർ പറയുന്നത് ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാമെന്നാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് നമുക്ക് ആരും വേണ്ട സഹായിക്കാൻ വേണ്ടി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡോ അമ്മയമ്മയോ ഒക്കെ നമുക്ക് എല്ലാ ഹെൽപ്പുമായിട്ട് നമ്മുടെ സഹായത്തിനുണ്ട്. നമ്മുടെ ഐഡിയ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വരുമ്പോൾ അവർ പറയും, അയ്യോ ഇതല്ലായിരുന്നു വേണ്ട, ഇതും കൊണ്ട് എന്ത് ചെയ്യാൻ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ സാധനം നീ മേടിക്കുമെന്നാണ്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെ പലതും പറയാൻ വേണ്ടിയിട്ട് അഭിപ്രായമായിട്ട് അവർ വരും. അതേസമയം നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ച് നമ്മൾ തന്നെ ചെയ്യുന്നൊരു സംരംഭത്തിലേക്ക് ഒരാളും ഒരഭിപ്രായമായിട്ട് വരത്തില്ല. ഇനി അഥവാ വന്നാൽ പോലും നമ്മളത് മൈൻഡ് ചെയ്യത്തുമില്ല. അപ്പം ആരുമില്ല, എന്നെ സഹായിക്കാൻ വേണ്ടി ആരുമില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ പറയരുത്. ഇന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നിമിഷമാണ് നമുക്കുള്ളത്. നാളെയോ ഇന്നലെയോ ഒന്നും നമ്മുടേതല്ല. നാളെ നമ്മുടേതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്നലെ കഴിഞ്ഞു പോയി, അതൊരു മിസ്റ്ററിയാണ്, അത് കഴിഞ്ഞേ പോയി. അപ്പോൾ ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഈ നിമിഷത്തിലാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, ഈ നിമിഷത്തിലാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ തുടങ്ങാൻ വേണ്ടി ഒരു ചുവടെങ്കിലും മുന്നോട്ട് വെക്കുന്നു. ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കത് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്നെ വിളിച്ച എൻ്റെ സബ്സ്ക്രൈബറോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ സഹായിക്കാൻ വേണ്ടി ആരും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്, നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, 10 സെൻറ്റ് സ്ഥലമുണ്ട്, ഹസ്ബൻഡ് പിന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അവർ പാട്ടത്തിനെടുത്ത ഒരു വീടിന് തൊട്ടടുത്തുള്ളൊരു വയലിൽ ഒരു വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തു, അതിലൊരു വാഴക്കൊല 1-2 വാഴക്കൊല നിങ്ങൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് മേടിച്ചിട്ട് നിങ്ങളത് ഒരു ചിപ്സ് ആക്കിയിട്ട് നിങ്ങളത് ബേക്കറികളിൽ എവിടെയെങ്കിലും ഒന്ന് കൊടുത്ത് നോക്കുക, അതേ അയൽവക്കത്തുള്ളവർക്ക് ഒന്ന് കൊടുത്ത് നോക്ക്, അങ്ങനെ ചെയ്ത് നോക്ക് ജസ്റ്റ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർക്ക് വേറെ കഴിവൊന്നുമില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു വാഴയ്ക്ക നുറുക്കാനെങ്കിലും അറിയാമല്ലോ, അത് എണ്ണയിലിടാൻ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് അവർ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് അവർ ചെറിയൊരു പാക്കറ്റിലാക്കിയിട്ട് കുടുംബശ്രീയിൽ കൊടുത്തു. അവർ കൊടുക്കുന്ന പ്ലാസ്റ്റിക് കവർ മേടിച്ചു. അത് പാക്ക് ചെയ്യാനൊന്നും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർ ചാക്കുനൂലുണ്ടായിരുന്നു, ആ ചാക്കുനൂല് വെച്ച് കെട്ടി നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത്. കുടുംബശ്രീ എല്ലാവരും മേടിച്ച് കഴിച്ച് നോക്കി കഴിയുമ്പോൾ നല്ല ചിപ്സാണ്, നല്ല മുരുമുരാന്നിരിക്കുന്ന ചിപ്സാണ്. കുടുംബശ്രീയിൽ എല്ലാവരും മേടിച്ചു. അപ്പോൾ അവിടെ വന്നേക്കുന്ന ഒരു ലേഡിയുടെ ഒരു വ്യക്തിയുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരിത് കഴിച്ചിട്ട് ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ചിപ്സ് വേണം, ഒന്ന് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ചിപ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആൾക്കാർ വന്ന് ചോദിച്ചു. ഇപ്പോൾ അവരത് ഓൺലൈനിലേക്ക് വിൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ വിളിച്ചവർ കുറച്ച് താങ്ക്സൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മോട്ടിവേറ്റ് ഞാൻ ചെയ്ത് കൊടുത്തതിന് അവർ നന്ദിയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ കുക്കിംഗ് ക്ലാസ്സുകൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ബ്യൂട്ടി ടിപ്സും കുക്കിംഗ് ക്ലാസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ അവർ ചിലവാക്കുന്നുണ്ട്. ആ പൈസ ചിലവാക്കുന്നതിൻ്റെ ഒപ്പം അവർക്ക് അതൊരു വരുമാന മാർഗമാക്കി ഒന്ന് സെയിൽ ചെയ്യാനും കൂടിയുള്ളൊരു പദ്ധതിയും കൂടി അവർ തയ്യാറാക്കുകയാണെങ്കിൽ അവർക്ക് അതിനകത്തൊരു മികച്ച വരുമാനം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ അങ്ങനെ നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് ആളും അർത്ഥമുള്ള സമയത്ത് നമുക്ക് ഇറങ്ങി നടന്ന് നമുക്ക് ബാങ്കിൽ പോയി ഒരു ചെറിയ പൈസയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ കാലത്ത് കുടുംബശ്രീയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിട്ടിയോ ചെറിയ ചെറിയ ചിട്ടികളൊക്കെ നടത്താത്ത ആരും തന്നെയില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്ന് ഒരു ചെറിയ പൈസയൊക്കെ ലോൺ എടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മളത് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അത് ചെറിയ ചെറിയ രീതിയിൽ വിജയിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ആകെ എക്സൈറ്റഡായി നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഉൾപ്രേരണ അതിനകത്തുനിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഓരോ വ്യക്തികൾ ഇന്ന് കാണുന്ന വിധത്തിൽ അവർ ബിസിനസ്സൊക്കെ അവർ വളർത്തിക്കൊണ്ടുവന്ന് അവർ നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ നമുക്ക് നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.